ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസിയിൽ നിൽക്കുന്ന പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി ക്രാവിങ്സിനെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസി ക്രാവിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗർഭമാകുന്ന സമയത്തുണ്ടാകുന്ന ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ചില കൊതികൾ. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജ് ആണല്ലോ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് ഹസ്ബൻഡിനോട് പറയാനും നമ്മുടെ പാരൻസിനോട് പറയാനും വാങ്ങിച്ച് കഴിക്കാനൊക്കെ ഉള്ളൊരു പ്രിവിലേജ് നമുക്ക് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാവും അല്ലേ. സാധാരണയായിട്ട് ഈ ഒരു ഗർഭക്കൊതി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്രാവിങ്സ് ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട പല കാരണങ്ങളും നമുക്ക് ഉണ്ട്. സാധാരണയായിട്ട് സ്ത്രീകളിൽ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഹൈക്ക് ഒന്ന് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രാവിങ്സ് നമുക്ക് ഉണ്ടാകുന്നത്. ചില സ്ത്രീകളിൽ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ക്രാവിങ്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് നിങ്ങൾക്ക് ക്രാവിങ്സ് ഇല്ല എങ്കിൽ പീരിയഡ്സ് മിസ്സാകുന്നതിന് മുൻപ് മുതൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ചിലപ്പോൾ ആ ഒരു ലക്ഷണം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കും. സാധാരണയായിട്ട് നമുക്ക് ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ഈ ഒരു ക്രാവിങ്സ് കൂടുതലായിട്ടുണ്ടാകും. സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ആ ഒരു ക്രാവിങ്സ് നമുക്കതിൻ്റെ ഒരു പീക്കിലെത്തും. തേർഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ക്രാവിങ്സ് നമുക്ക് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഒന്ന് കുറയുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു റീസണാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്. നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഇൻക്രീസ് മൂലം അത്തരത്തിലുള്ളൊരു ഹോർമോൺ ചേഞ്ചസ് നമുക്ക് വരുന്നത് കൊണ്ടുമാണ് ഇത്തരത്തിലുള്ളൊരു ഫുഡ് ക്രാവിങ്സ് നമുക്ക് വരുന്നത്. കൂടുതൽ സോൾട്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് തോന്നുക, സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് തോന്നുക, സ്വീറ്റ്സ് കഴിക്കാനായിട്ട് കൂടുതലായിട്ട് തോന്നുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഇത്തരത്തിലുണ്ടാകുന്നൊരു ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. രണ്ടാമതായിട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ സമയത്ത് നമ്മുടെ ഒരു ബ്ലഡ് പ്രൊഡക്ഷൻ കൂടുതലൊന്ന് ഇൻക്രീസ് ആവും. കാരണം നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ ശരീരത്തിൽ വേറൊരു ജീവനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബ്ലഡ് പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് നോർമലി ഉണ്ടാകുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ബോഡി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു സർട്ടൈൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടായി വരും. സർട്ടൈൻ ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് നമ്മുടെ ബോഡിയിൽ തന്നെ ജനറേറ്റ് ആയി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫുഡ് ക്രാവിങ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന കുറച്ച് ബോഡി ചേഞ്ചസ് മൂലവും ചില ഭക്ഷണങ്ങളോട് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ചിലവരൊക്കെ ഈ പ്രഗ്നൻസി ക്രാവിങ്സിൽ പൊടിയുപ്പൊക്കെ കൂടുതലായിട്ടും മാറി കഴിക്കാനായിട്ട് തോന്നും. ചിലർക്കൊക്കെ മണ്ണ് കഴിക്കാനായിട്ട് തോന്നും. ഇങ്ങനെയുള്ളൊരു ക്രാവിങ്സ് ഒക്കെ നമുക്ക് കൂടുതലായിട്ടും ഉണ്ടായി വരും. എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഒരു പ്രഗ്നൻസി സമയത്ത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇനി കേട്ടുകൊണ്ടിരിക്കുന്നവർ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് നിൽക്കുന്നവരാണെങ്കിലോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും എല്ലാവരുടെയും ബോഡി ചേഞ്ചസ് വ്യത്യസ്തമാണ്. എല്ലാവരുടെയും ശരീരപ്രകൃതി വളരെയധികം വ്യത്യസ്തമാണ്. ഇത്തരത്തിലുള്ള ഒരു ശരീരപ്രകൃതി വ്യത്യസ്തമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ചിലർക്ക് ഉണ്ടാകാം, ചിലർക്ക് ഉണ്ടാവാതിരിക്കാം.